പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കെമിസ്ട്രി മോക്ക് ടെസ്റ്റ് ആണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. പുതിയ SCERT 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി പാഠപുസ്തകം അടിസ്ഥാനമാക്കിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മുഴുവൻ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് കമന്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, കാഥോഡ് രശ്മികളെ സംബന്ധിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. കാഥോഡ് രശ്മികളെ സംബന്ധിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ, കാഥോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. ഓപ്ഷൻ ബി, കാഥോഡ് രശ്മികളിലെ കണങ്ങൾക്ക് മാസ് ഉണ്ട്. ഓപ്ഷൻ സി, കാഥോഡ് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ആണ്. ഓപ്ഷൻ ഡി, കാന്തിക മണ്ഡലത്തിൽ കാഥോഡ് രശ്മികളുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നില്ല. ഇതില് കാഥോഡ് രശ്മികളെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഡി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. കാന്തിക മണ്ഡലത്തിൽ കാഥോഡ് രശ്മികളുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. കാന്തിക മണ്ഡലത്തിലും കാഥോഡ് രശ്മികളുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. കാഥോഡിൽ നിന്നും പുറപ്പെടുന്ന രശ്മികളെയാണ് നമ്മൾ കാഥോഡ് രശ്മികൾ എന്ന് പറയുന്നത്. ഇതിൽ അടങ്ങിയിട്ടുള്ള കണികകൾ ഇലക്ട്രോണുകളാണ്. ഇലക്ട്രോണുകൾ കണ്ടെത്തിയത് JJ തോംസൺ ആണ്. ഇലക്ട്രോണുകളുടെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. അതുകൊണ്ടാണ് കാഥോഡ് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ഉള്ളത്. കാഥോഡ് രശ്മികളിലെ കണങ്ങൾക്ക് മാസ് ഉണ്ട്. അതേപോലെ കാഥോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. JJ തോംസൺ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഏത് വർഷമാണ്? JJ തോംസൺ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് ഏത് വർഷമാണ്? ഉത്തരം 1906 JJ തോംസൺ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം നേടുന്നത്. അദ്ദേഹം കണ്ടെത്തിയത് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോൺ ന്യൂക്ലിയസിന് പുറത്തുള്ള ഓർബിറ്റിലൂടെ ചലിക്കുന്നു. അടുത്ത ചോദ്യം, പ്രശസ്തമായ ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെ ഇലക്ട്രോണിന്റെ ചാർജും മാസും വെവ്വേറെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? പ്രശസ്തമായ ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെ ഇലക്ട്രോണിന്റെ ചാർജും മാസും വെവ്വേറെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം റോബർട്ട് മില്ലിക്കൺ ആണ് ഇലക്ട്രോണിന്റെ ചാർജും മാസും വെവ്വേറെ കണ്ടെത്തിയത്. അടുത്ത ചോദ്യം, ചാർജിന്റെ യൂണിറ്റ് എന്താണ്? ചാർജിന്റെ യൂണിറ്റ് എന്താണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഉത്തരം ചാർജിന്റെ യൂണിറ്റ് കൂളോം ആണ്. ആംപിയർ എന്ന് പറയുന്നത് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് ആണ്. ഓം എന്ന് പറയുന്നത് പ്രതിരോധത്തിന്റെ യൂണിറ്റ് ആണ്. വാട്ട് പവറിന്റെ യൂണിറ്റ് ആണ്. ചാർജിന്റെ യൂണിറ്റ് കൂളോം ആണ്. അടുത്ത ചോദ്യം, പ്രോട്ടോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് എന്നുള്ളതാണ്. പ്രോട്ടോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം റൂദർഫോർഡ് ആണ്. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടെത്തിയത്. അടുത്ത ചോദ്യം, ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആരാണ്? ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഓപ്ഷൻ JJ തോംസൺ, റൂദർഫോർഡ്, ചാഡ്വിക്ക്. ഉത്തരം JJ തോംസൺ ആണ് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത്. പ്ലം പുഡിംഗ് മാതൃക അനുസരിച്ച് പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നു. ഗോളത്തിലെ ആകെ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അതിനാൽ ആറ്റം വൈദ്യുതപരമായിട്ട് നിർവീര്യമായിരിക്കും. ഇതാണ് പ്ലം പുഡിംഗ് മാതൃക പറയുന്നത്. പക്ഷെ ഇത് കുറെ കാര്യങ്ങൾ തെളിയിക്കാൻ ഈ മാതൃക കൊണ്ട് സാധിച്ചില്ല. അതുകൊണ്ട് ഈ മാതൃക പിന്നീട് ശാസ്ത്രജ്ഞർ പരിഗണിച്ചില്ല. ഇതുപോലെ തന്നെ പ്ലം പുഡിംഗ് മാതൃക കൂടാതെ റൂദർഫോർഡ് അവതരിപ്പിച്ച മാതൃകയാണ് സൗരയൂഥ മാതൃക. അതും ചില കാരണങ്ങൾ കൊണ്ട് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അടുത്ത ചോദ്യം, ആൽഫ കിരണങ്ങളുടെ ചാർജ് എന്താണ്? ആൽഫ കിരണങ്ങളുടെ ചാർജ് എന്താണ്? ഉത്തരം പോസിറ്റീവ് ചാർജ് ആണ് ആൽഫ കിരണങ്ങൾക്കുള്ളത്. പോസിറ്റീവ് ചാർജും മാസുമുള്ള കിരണങ്ങളാണ് ആൽഫ കണങ്ങൾ. നെഗറ്റീവ് ചാർജുള്ള കിരണങ്ങളാണ് ബീറ്റ കിരണങ്ങൾ. അതേപോലെ ചാർജും മാസും ഇല്ലാത്ത കിരണങ്ങളാണ് ഗാമ കിരണങ്ങൾ. ഈ ആൽഫ ബീറ്റ ഗാമ കിരണങ്ങൾ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ് പുറത്തുവിടുന്നത്. ആൽഫ കിരണങ്ങളുടെ ചാർജ് പോസിറ്റീവും ബീറ്റ കിരണങ്ങളുടെ ചാർജ് നെഗറ്റീവുമാണ്. ഗാമ കിരണങ്ങൾക്ക് ചാർജുമില്ല, മാസുമില്ല. അടുത്ത ചോദ്യം, ഏത് വർഷമാണ് ഹെൻറി ബെക്കുറൽ റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത്? ഏത് വർഷമാണ് ഹെൻറി ബെക്കുറൽ റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് എന്നുള്ളതാണ് ചോദ്യം.
1896 ഹെൻറി ബെക്കറൽ റേഡിയോ ആക്ടിവിത കണ്ടെത്തിയത്. ഉത്തരം 1896 ആണ്. അടുത്ത താഴെ പറയുന്നവയിൽ റൂദർഫോർഡ് ആറ്റം മാതൃകയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നവയിൽ റൂദർഫോർഡ് ആറ്റം മാതൃകയെ സംബന്ധിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. 4 പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ന്യൂക്ലിയസ് എന്ന ഒരു കേന്ദ്രഭാഗമുണ്ട്. ആറ്റത്തിന്റെ വലുപ്പവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന് വലുപ്പം വളരെ കുറവാണ്. മൂന്നാമത്തെ പ്രസ്താവന, ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസും ഏകദേശം പൂർണ്ണമായും ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള ഓർബിറ്റിൽ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു. 4 പ്രസ്താവനകൾ. ഇതിലെ റൂദർഫോർഡ് ആറ്റം മാതൃകയെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഉത്തരമായിട്ട് വരുന്നത് ഡി ആണ്. 4 പ്രസ്താവനകളും ശരിയാണ്. അതായത് ആറ്റത്തിന് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു കേന്ദ്രഭാഗമുണ്ട്. ആറ്റത്തിന്റെ വലുപ്പവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ വലുപ്പം വളരെ കുറവാണ്. ആറ്റത്തിന്റെ മുഴുവൻ പോസിറ്റീവ് ചാർജും മാസും ഏകദേശം പൂർണ്ണമായും ന്യൂക്ലിയസിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകൃതിയിലുള്ള ഓർബിറ്റിൽ വളരെ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് റൂദർഫോർഡിന്റെ ആറ്റം മാതൃക പറഞ്ഞത്. പക്ഷെ ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ ഈ ആറ്റം മാതൃകയ്ക്ക് സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇത് ശാസ്ത്രലോകം അംഗീകരിച്ചില്ല. അടുത്ത ചോദ്യം, ജെയിംസ് ചാഡ്വിക് ന്യൂട്രോൺ കണ്ടെത്തിയ വർഷം ഏതാണ്? ജെയിംസ് ചാഡ്വിക് ന്യൂട്രോൺ കണ്ടെത്തിയ വർഷം ഏതാണ്? ഉത്തരം 1932 ജെയിംസ് ചാഡ്വിക് ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമായിട്ടുള്ള ന്യൂട്രോൺ കണ്ടെത്തിയത്. ന്യൂട്രോൺ ന്യൂക്ലിയസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ന്യൂട്രോണും അതേപോലെ പ്രോട്ടോണും ന്യൂക്ലിയസിലാണ് സ്ഥിതി ചെയ്യുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബോർ ആറ്റം മാതൃകയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബോർ ആറ്റം മാതൃകയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദർശനം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ്. ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. അതിനാൽ ഓർബിറ്റുകളെ ഊർജ്ജനിലകൾ എന്ന് പറയുന്നു. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജ്ജം കുറയുന്നു. ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം ഇലക്ട്രോണിന്റെ ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ഇത്രയാണ് പ്രസ്താവനകൾ. ഇതിലെ ബോർ ആറ്റം മാതൃകയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ് ബന്ധമില്ലാത്തത്. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജ്ജം കൂടുകയാണ് ചെയ്യുന്നത്, കുറയുകയല്ല, കൂടുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള പ്രസ്താവനകളൊക്കെ ശരിയാണ്. അടുത്തത്, എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഷെല്ലുകൾ 4 ഉള്ളത്, KLMN. അതിൽ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം, പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 32 ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ പറ്റും. K ഷെല്ലിൽ 2 ഇലക്ട്രോണുകളെ, L ഷെല്ലിൽ 8 ഇലക്ട്രോണുകളെ, M ഷെല്ലിൽ 18 ഇലക്ട്രോണുകളെ, N ഷെല്ലിൽ 32 ഇലക്ട്രോണുകളെയാണ് പരമാവധി ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. അടുത്ത ചോദ്യം, ഐസോടോപ്പുകളെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. ഐസോടോപ്പുകളെ സംബന്ധിച്ചുള്ള പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരു മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ബി ഓപ്ഷൻ. ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നിവ. ഹൈഡ്രജന്റെ ഐസോടോപ്പുകളിൽ ന്യൂട്രോൺ ഇല്ലാത്ത ഐസോടോപ്പാണ് ട്രിഷ്യം. ഓപ്ഷൻ ഡി. സസ്യങ്ങളിലും ജന്തുക്കളിൽ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പാണ് കാർബൺ 13. ഈ 4 പ്രസ്താവനകളിലും ഏതാണ് ഐസോടോപ്പുകളെ സംബന്ധിച്ച് തെറ്റായത്? ഓപ്ഷന് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഹൈഡ്രജന്റെ ഐസോടോപ്പുകളിൽ ന്യൂട്രോൺ ഇല്ലാത്ത ഐസോടോപ്പ് അത് പ്രോട്ടിയമാണ്, ട്രിഷ്യമല്ല. ട്രിഷ്യത്തിൽ 2 ന്യൂട്രോൺ ഉണ്ട്, ഡ്യൂട്ടീരിയത്തിൽ 1 ന്യൂട്രോൺ ആണുള്ളത്. പ്രോട്ടിയത്തിൽ 0 ന്യൂട്രോണുകളുടെ എണ്ണം. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് അയഡിൻ 131, അയഡിൻ 131 ആണ്. നമുക്കറിയാം അയഡിന്റെ അഭാവത്ത് മൂലമാണ് തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ഗോയിറ്റർ എന്ന് പറയുന്ന അസുഖം വരുന്നത്. അപ്പോൾ അയഡിൻ 131 ആണ് ഇത് പഠിക്കാനും പഠനത്തിനും ചികിത്സയ്ക്കുമായിട്ട് ഉപയോഗിക്കുന്നത്. യുറേനിയം 235 നമ്മൾ ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ്. സോഡിയം 24 വ്യാവസായിക പൈപ്പുകളിൽ ചോർച്ച കണ്ടെത്താൻ ഉപയോഗിക്കുന്നു. അയൺ 59 അനീമിയ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, ആധുനിക പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ്? ആധുനിക പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പുകളുടെ
ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് 18 ആണ്. ആധുനിക പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പുകളാണുള്ളത്. 7 പീരിയഡും 4 ബ്ലോക്കുകളുമാണ് ഉള്ളത്. അടുത്ത ചോദ്യം, പീരിയോഡിക് ടേബിളിലെ അവസാനത്തെ മൂലകം ഏതാണ്? പീരിയോഡിക് ടേബിളിലെ അവസാനത്തെ മൂലകം ഏതാണ്? ഉത്തരം ഓർഗാനിസം ആണ്. ഇന്നത്തെ ചോദ്യങ്ങൾ ഇത്രയാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.